ദാമോദറോ? എന്താ ചെറിയച്ച? ഏയ് ഒന്നുമില്ല. എൻ്റെ അടുത്ത് 50 lakhs ഇല്ല, ചെറിയച്ചൻ്റെ കയ്യിലും ഇല്ലെന്നറിയാം. ദാമു ഒരു പ്ലാൻ പറഞ്ഞു. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ആ ഡോക്യുമെന്റ്സ് വെച്ചിട്ട് പണം തരാമെന്ന് പറഞ്ഞു. അപ്പോ ഡോക്യുമെന്റ്സ് ആണോ തിരഞ്ഞുകൊണ്ടിരുന്നത്? സോറി ചെറിയച്ച, സ്വന്തമായി പണം സമ്പാദിച്ച് എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കണമെന്ന്. സോറി എന്തിനാ, നല്ല കാര്യമല്ലേ. നിന്റെ ഉയർച്ചയിൽ ഞാനും സന്തോഷിക്കില്ലേ? നിന്നെ വലിയ ആളായി കാണാൻ ആഗ്രഹിക്കുന്നടാ. താങ്ക്സ് ചെറിയച്ച. അമ്മ ഡോക്യുമെന്റ്സ് ഒക്കെ എവിടെയാ വെക്കുന്നേ? ഈ പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ് എല്ലാം ബാങ്ക് ലോക്കറിലാണ്. പിന്നെ എങ്ങനെയാ ചെറിയച്ച? ഡോണ്ട് വറി, കമ്പനിയുടെ ലാൻഡ് സംബന്ധിച്ച ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഡോക്യുമെന്റ് എന്റെ കയ്യിലുണ്ട്. ഈ പ്രോപ്പർട്ടി ഡോക്യുമെന്റ് കാണുമ്പോൾ ഒറിജിനൽ പോലെ ഇരിക്കും. അത് ഞാൻ നിനക്ക് തരാം. പിന്നൊരു കാര്യം, ഈ കാര്യം മറ്റാരോടും പറയരുത്, അമ്മയോട് പോലും. പ്രോമിസ് ചെറിയച്ച, ഞാൻ ആരോടും പറയില്ല. പക്ഷേ ആ ഡോക്യുമെന്റ്സിന് അമ്മയുടെ സിഗ്നേച്ചർ വേണം. അതുമാത്രമല്ല, കമ്പനിയുടെ സീലും വേണം. കമ്പനിയുടെ ഡ്യൂപ്ലിക്കേറ്റ് സീലും എന്റെ കൈവശമുണ്ട്. പിന്നെ ചേച്ചിയുടെ കയ്യൊപ്പ് അത് ഞാൻ ഇട്ടോളാം ചെറിയച്ച. കുഞ്ഞായിരുന്നപ്പോ ഒരുപാട് തവണ അമ്മ അറിയാതെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അമ്മയുടെ കയ്യൊപ്പ് ഞാനാ ഇട്ടത്. വെരി ഗുഡ്. ഒരു മിനിറ്റ് ഇരിക്കേ. സെയിം ടു സെയിം ഒറിജിനൽ ഡോക്യുമെന്റ് പോലെ ഉണ്ടല്ലോ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അമ്മയുടെ കയ്യൊപ്പിട്ട് സീലും വയ്ക്കേ. എങ്ങനെയുണ്ട് ചെറിയച്ച? പെർഫെക്റ്റ്. ഈ കയ്യൊപ്പ് ചേച്ചിയിട്ടതല്ലാന്ന് ആരും വിശ്വസിക്കില്ല. ഇത് ദാമോദറിന് കൊടുത്തിട്ട് പണം വാങ്ങിച്ചോ, ബിസിനസ് ആരംഭിക്കും. ഒരുപാട് നന്ദിയുണ്ട്, എന്നെ അനുഗ്രഹിക്കണം ചെറിയച്ച. വിഷ് യു ഗുഡ് ലക്ക് ആനന്ദ്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക, ഞാനാണ് നിന്നെ സഹായിച്ചതെന്ന് ആരോടും പറയരുത്. ഷുവർ ചെറിയച്ച, ഞാൻ പോയിട്ട് വരട്ടെ. പ്ലീസ്, ഈ ഡോക്യുമെന്റ്സ് വെച്ച് പണം കടം തരാമോ? പറ്റില്ലെന്ന് എത്ര തവണയെ പറയുന്നു. ഇതൊക്കെ എന്താ അഭിറാം? സാധാരണ നീയെല്ലാം ലീഗലായിട്ടല്ലേ ചെയ്യാറ്. പിന്നെ ഇപ്പൊ എന്താ സഹോദരങ്ങളുടെ കയ്യൊപ്പൊന്നുമില്ലാതെ ഇല്ലീഗലായിട്ട് നിന്റെ പ്രോപ്പർട്ടിയൊക്കെ പണയപ്പെടുത്തുന്നത്? ഇപ്പോ ഞങ്ങൾ വാങ്ങാൻ പോകുന്ന കടത്തിന് ഭാസ്കരേട്ടനോ അഖിലിനോ യാതൊരുവിധ ബന്ധവും ഇല്ല. പ്ലീസ്, ഞങ്ങളെ സഹായിക്കണം. നിങ്ങൾ വാങ്ങാൻ പോകുന്ന കടവുമായിട്ട് അവർക്ക് ചിലപ്പോൾ ബന്ധമൊന്നും ഇല്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ പണയപ്പെടുത്താൻ പോകുന്ന പ്രോപ്പർട്ടിയിൽ അവർക്ക് രണ്ടുപേർക്ക് ഷെയർ ഉള്ളതല്ലേ. ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ എനിക്ക് കടം തരാൻ കഴിയില്ല. ഞങ്ങള് വീട് വിൽക്കുന്നില്ലല്ലോ സർ, പണയപ്പെടുത്തി കടം വാങ്ങുന്നല്ലേ ഉള്ളൂ. പണം തിരിച്ചു തന്ന് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് തിരികെ എടുക്കാം. സോറി അഭിരാം, ഇക്കാര്യത്തില് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. അയ്യോ വസുന്ധര, ആ ഡോക്യുമെന്റ്സ് തന്നെ. ഡ്രൈവർ, വണ്ടി എടുക്ക്.
ഇനി നമ്മൾ എന്ത് ചെയ്യും ഏട്ടാ? വേറെ ആരോടെങ്കിലും ചോദിക്കാം. താമ അബി വസു ഇവിടെ എന്താ കാര്യം? മാഡം അത് ഒന്നുമില്ല മാഡം, മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാർക്കറ്റിൽ ആരെങ്കിലും പേപ്പേഴ്സ് കൊണ്ടുപോവോ? ആരോടോ എന്തോ ചോദിക്കുന്നത് കണ്ടല്ലോ. അത് പിന്നെ എനിക്ക് പരിചയമുള്ള ഒരാളാണ്. ഞങ്ങളെ കണ്ടപ്പോൾ കാർ നിർത്തി ഞങ്ങളോട് വിശേഷങ്ങൾ പറയുമായിരുന്നു. പക്ഷേ വസു അയാളോട് എന്തോ ചോദിക്കുന്നത് പോലെ കണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല മാഡം. ഈ പേപ്പേഴ്സ് എന്തിന്റെയാ? അതൊന്നുമില്ല മാഡം. ഒന്ന് തന്നേ നോക്കട്ടെ. തരൂ വസു, ഇങ്ങോട്ട് തന്നേ. വീടിന്റെ ഡോക്യുമെന്റ്സ് അല്ലേ ഇത്? ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? പറഞ്ഞോളൂ, ആ ആളിനോട് എന്താ ചോദിച്ചത്? പറയുന്നുണ്ടോ ഇല്ലയോ? അത് ഒരു ചെറിയ പ്രശ്നമുണ്ട് മാഡം. ചെറുതോ വലുതോ, ആദ്യം എന്താണെന്ന് പറ. എന്റെ ചേച്ചിയുടെ മകളുടെ കല്യാണം ഈ ഇടയ്ക്കായിരുന്നു. കല്യാണത്തിന് 70 പവന്റെ ആഭരണങ്ങൾ കൊടുത്തു. അത് കള്ളന്മാര് കൊണ്ടുപോയി. ഭർത്താവിന്റെ വീട്ടുകാർ അത് വിശ്വസിക്കാതെ ആഭരണങ്ങൾ കൊണ്ടുവരണമെന്നും പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് തിരികെ അയച്ചു. മരുമകളെ വിശ്വാസമില്ലാത്തവര് എന്തു മനുഷ്യരാ? അവര് നല്ലവരാണ് മാഡം. പക്ഷേ മനസ്സിലാവുന്നുണ്ട് അബി. എത്ര പണമാണ് ആവശ്യം? ഞങ്ങള് മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തിക്കോളാം മാഡം. എന്താ, എനിക്ക് തരാൻ പാടില്ലേ? മാഡം ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കഴിഞ്ഞു. എന്ത് ചെയ്തു അബി? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. വേറൊരാള് ഞങ്ങൾക്ക് പണം തരാന്ന് പറഞ്ഞിട്ടുണ്ട് മാഡം. ഈ അമ്മയോട് നീ കള്ളം പറയരുത് വസു. ഇതിനുവേണ്ടി എത്ര ദൂരം നടക്കും? എത്ര പേരോട് നിങ്ങൾ ചോദിക്കും? നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയണമെന്ന്? എന്താ എന്നോട് ചോദിക്കാത്തത്? അത് മാഡം, ഞാനെന്താ അന്യയാണോ? നീ എനിക്കെന്റെ മകളെ പോലെയാണ് വസു. നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചവരാണ്. നിങ്ങൾക്ക് എത്ര തന്നാലും മതിയാവില്ല. എത്ര വേണോന്ന് പറയേ. ഈ ഡോക്യുമെന്റ്സ് മാഡം വച്ചിട്ട് ഒരു 15 ലക്ഷം രൂപ തന്നാൽ മതി. എന്താ അബി, എന്നെ കണ്ടിട്ട് പണം പലിശയ്ക്ക് കൊടുക്കുന്നവളെ പോലെ തോന്നുന്നോ? അയ്യോ അയ്യോ മാഡം, ഏട്ടൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാൻ ദാനവും സഹായവും ഒന്നും ചെയ്യുന്നില്ല. എന്റെ കടപ്പാട് നിറവേറ്റുന്നു. എന്റെ ജീവനല്ലേ രക്ഷിച്ചത്. എനിക്ക് പുനർജന്മം തന്ന അച്ഛനും അമ്മയുമാണ് നിങ്ങൾ. വെച്ചോളൂ. ഞാൻ നിങ്ങളോട് തൊഴുതു പറയുന്നില്ല. ഈ ചെക്ക് വാങ്ങണമെന്ന് കൈനീട്ടി ഞാൻ ആവശ്യപ്പെടുകയാ. ദയവ് ചെയ്ത് ഇത് വാങ്ങൂ. മാഡം, ഞങ്ങളിത് കടമായിട്ട് മാത്രം സ്വീകരിക്കൂ. അദ്ദേഹം സൗജന്യമായിട്ടൊന്നും വാങ്ങില്ല മാഡം. നിങ്ങളുടെ മര്യാദയ്ക്കും അഭിമാനത്തിനും മുകളിൽ വലിയൊരു പണക്കാരിയാണെന്ന് കരുതിയല്ല ഞാൻ ഇത് തരുന്നത്. നിങ്ങൾ എങ്ങനെ വാങ്ങിയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ.
ഒരുപാട് നന്ദിയുണ്ട് മാഡം. ഞങ്ങൾ മാസം മാസം ഒരു എമൗണ്ട് തിരിച്ച് പേ ചെയ്യാം. ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. തിരിച്ചു തന്നില്ലെങ്കിൽ ഫൈൻ അടിക്കും ഞാൻ. ദിവസവും നിങ്ങൾ സ്നേഹം തരുന്നുണ്ട്, പിന്നെ മാസാമാസം പണവും തരണോ അഭി? എന്റെ തൃപ്തിക്ക് വേണ്ടി തന്നു. മാഡത്തിന്റെ തൃപ്തിക്ക് വേണ്ടി ഞങ്ങളിത് വാങ്ങാം. ചോദിക്കാതെ തന്നെ ഉപകാരം ചെയ്തിരിക്കുന്നു. ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല മാഡം. ഇത് ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്ന സഹായമല്ല വസു, നിങ്ങളുടെ നല്ല മനസ്സിന് വേണ്ടിയാ. നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് തിരിച്ച് നല്ലത് കിട്ടുമെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയാ ഇതും. നിങ്ങളെ ഞാൻ എവിടെ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറയൂ. അയ്യോ വേണ്ട മാഡം, ഞങ്ങൾ പൊയ്ക്കോളാം. ശരി, നിങ്ങളുടെ മകളെ സന്തോഷത്തോടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അയക്കൂ. പോയിട്ട് വരാം. മാഡം ഉം. എന്താ അബി? അല്ല, ബ്ലാങ്ക് ചെക്ക് തന്നിരിക്കുന്നു, എമൗണ്ട് ഒന്നും എഴുതിയിട്ടില്ല. മനഃപൂർവ്വം എഴുതാത്തതാ ഞാൻ. നിങ്ങൾക്ക് എത്ര വേണോ എഴുതിയെടുത്തോളൂ. താങ്ക്സ് മാഡം. വേണ്ട വേണ്ട, ഇത് നന്മ ചെയ്യുന്ന കൈകളാ അഭി, ഇതുകൊണ്ട് കൈ കൂപ്പരുത്. ഒരുപാട് താങ്ക്സ് മാഡം. താങ്ക്സ് പറയാതെ വസു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ ഒളിക്കരുത്, മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട് മാഡം. വീടിന്റെ ആധാരം നമുക്ക് പണയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വാങ്ങേട്ടാ. ഓട്ടോ. അഭിക്കും മസൂനും കാശ് കിട്ടുമെന്ന് അറിയില്ല ഏട്ടാ. അത് തന്നെ ഭാവന ഞാനും ആലോചിക്കുന്നേ. പാവം, കടം വീട്ടാനായിട്ട് അവരെന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. അതെ അച്ഛാ, ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു. വീണ്ടും ഇങ്ങനെയൊന്നും സംസാരിക്കരുത് കാവ്യേ. ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ നിനക്കും നിന്റെ അനിയനും വേണ്ടിയിട്ടാ. എനിക്ക് വേണ്ടി ചെറിയച്ഛനും ചെറിയമ്മയും ഒരുപാട് കഷ്ടപ്പെടുന്നത് കാണുന്നില്ല അമ്മേ. അത് ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ വിഷമം അത് തന്നെയാണ് കാവ്യ. എത്ര ജന്മം ജനിച്ചാലും ഇളയമ്മയുടെ ഇളയച്ചനോടുള്ള കടപ്പാട് തീരത്തില്ല. എന്തായി അബി, പണം കിട്ടിയായിരുന്നോ? കിട്ടിയേട്ടാ, പ്രോബ്ലം സോൾവ്ഡ്. എടുത്തി കാവ്യ, എന്താ ഇങ്ങനെ ഡള്ളായിരിക്കുന്നത്? സത്യമായിട്ടും എല്ലാ പ്രശ്നങ്ങളും സോൾവായി. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവായി. ആ ദൈവത്തിനോട് നന്ദി പറയണ്ടേ. അങ്ങനെയാണെങ്കിൽ അതിൽ അഖിലിന്റെ പങ്കു അങ്ങ് കൊടുത്തേക്ക്. അഖിലിന്റെ പങ്കെന്ന് വെച്ചാൽ എന്താ ഇളമേ? നിങ്ങൾ പണയം വെച്ച വീട്ടില് എനിക്കും അവകാശം ഉണ്ടല്ലോ. ആ വീട് പണയപ്പെടുത്തിയിട്ടല്ലേ നിങ്ങൾ ഈ കാശ് കൊണ്ടുവന്നത്? ആ കാശിൽ നിന്ന് ഞങ്ങളുടെ പങ്ക് വേണം. വേണമെങ്കിൽ വീട് വിൽക്കുമ്പോൾ കിട്ടുന്ന കാശിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. എന്നാ എനിക്കിപ്പോ എന്റെ കാശ് വേണം.
രാവിലത്തെ പോലെ ഭാര്യയും ഭർത്താവും വഴക്ക് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. കൊച്ചുമോനെ കാർത്തികയെ നിങ്ങൾ വിരട്ടിക്കൊണ്ടിരുന്നാലേ എനിക്കത് നോക്കിക്കൊണ്ടു നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ അന്യന്റെ കാശല്ല ചോദിക്കുന്നത്. ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഞങ്ങളുടെ കാശാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് തരാനുള്ള കാശ് നിങ്ങൾ തന്നേ പറ്റൂ. ഈ സമയത്താണോ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത്? കാവ്യയുടെ പ്രശ്നങ്ങൾക്കും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾ മറ്റുള്ളവരുടെ സ്വത്തല്ലല്ലോ ചോദിക്കുന്നത്, അത് മനസ്സിലാക്കാത്തേണ്ട. പക്ഷെ നിങ്ങൾ എന്താ പുറത്തുള്ള ആൾക്കാരെ പോലെ സംസാരിക്കുന്നത്? നിങ്ങളോട് ഞാൻ 3 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തേത്, നിങ്ങൾ പണം കൊണ്ടുവന്നിട്ടില്ല. സ്വർണമാണ് വാങ്ങി വന്നത്. രണ്ടാമത്തേത്, ഞങ്ങൾ കടം വാങ്ങി. പക്ഷെ അതിന് നിങ്ങളും തമ്മിൽ ഒരു ബന്ധമില്ല. ഇനി മൂന്നാമത്തെ കാര്യം, ഞങ്ങൾ വീടിന്റെ ആധാരം പണയപ്പെടുത്തിയിട്ടില്ല. ആധാരം തിരിച്ചു കൊണ്ടുവന്നിട്ടുമുണ്ട്. വീട് പണയപ്പെടുത്താതെ നിങ്ങൾക്ക് എവിടുന്ന പണം കിട്ടിയത്? അത് ഇളയമ അറിയേണ്ട ആവശ്യമില്ല. ആന്റി നേരത്തെ പറഞ്ഞതല്ലേ ഇവര് കാശ് ഒളിപ്പിച്ചു വെച്ചിരിക്കായിരിക്കും. പണം ഒളിച്ചു വെക്കുന്നതൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നെങ്കിലേ ഇപ്പൊ ഇതുപോലെ നിന്ന് നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും സംസാരിക്കില്ലായിരുന്നു. വസുന്ധര, ഒരു മിനിറ്റ്. ഏട്ടാ, എടുത്തി 70 പവൻ സ്വർണം വാങ്ങിയിട്ടുണ്ട്. വാങ്ങിക്കെടുത്തി. ഏട്ടത്തെയും കാവ്യയും ഈ സ്വർണം കൊണ്ടുപോയി കാവ്യയുടെ ഭർത്താവിന്റെ വീട്ടിൽ കൊടുക്കുക. കാവ്യ പറഞ്ഞതുപോലെ ശരിക്കും ആ വീട്ടിൽ മോഷണം നടന്നിട്ടുണ്ടെന്നും പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത് എൻക്വയറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പുറത്തു വന്ന് കള്ളൻ തീർച്ചയായും പിടിക്കപ്പെടുമെന്ന് പറഞ്ഞേക്കും. കുറ്റം ചുമത്തി മരുമകളെ സ്വന്തം വീട്ടിലേക്ക് അയച്ചിട്ടും ഞങ്ങൾ അതൊന്നും കാര്യമാക്കാതെ പുതിയ സ്വർണം വാങ്ങി അവളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ഈ ബില്ല് കാണിച്ച് അവരുടെ മുഖത്ത് നോക്കി പറയണം. കള്ളൻ സ്വർണം മാത്രമാണ് കൊണ്ടുപോയത് ഏട്ടത്തി. നമ്മുടെ കാവ്യയുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഇവളുടെ ജീവൻ അവർക്ക് തിരിച്ചു തരാൻ കഴിയുമോന്ന് ഇവളുടെ മുന്നിൽ വെച്ച് തന്നെ ചോദിക്കണം. കുറ്റം ചുമത്തിയത് കാരണം കാവ്യ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നും ഇനി ഒരു തവണ കൂടെ ഇങ്ങനെ സംഭവിച്ചാൽ അവിടെ ആരും തന്നെ ജീവനോടെ കാണില്ലെന്നും ഞാൻ പറഞ്ഞതായി പറയണം. മോളെ, പോയി ബാഗ് എടുത്തിട്ട് വാ. കേട്ടാ, എല്ലാം പറഞ്ഞു തീർത്തിട്ട് കാവ്യയും ഭർത്താവിനെ ചടങ്ങിന് ഇങ്ങോട്ടേക്ക് അയക്കണമെന്ന് പറഞ്ഞിട്ട് വേണം വരാൻ. അവർക്ക് നമ്മുടെ നല്ല ഗുണവും മര്യാദ എന്താണെന്നോ മനസ്സിലാക്കി കൊടുക്കണം. എഴുതി ഏട്ടാ, എന്താ ഇത്? ഞാൻ നിങ്ങളുടെ അനിയനാണ്. ഇല്ല ബി, നീ എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ്. എന്നെ, നമ്മുടെ കുടുംബത്തെ നീ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് കാക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കുടുംബം, അങ്ങനെ 2 കുടുംബങ്ങളില്ല ഭാസ്കരേട്ടാ. നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലുള്ളവരാ. നിങ്ങൾ ചെയ്ത ഈ ഉപകാരത്തിന് എന്താ ഞങ്ങൾ തിരിച്ചു തരേണ്ടേ? എത്ര ജന്മം എടുക്കേണ്ടി വരും? ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ടല്ലോ, വീണ്ടും പറയാ, നമുക്കിടയിൽ സ്നേഹം മാത്രമേ ഉള്ളൂ, കടപ്പാടുകളില്ല ചേച്ചി. ഭാസ്കരേട്ടൻ അദ്ദേഹത്തിന് അച്ഛൻ്റെ സ്ഥാനമാണെങ്കിൽ ഭാവനേച്ചി അമ്മയുടെ സ്ഥാനത്താ.
അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നീ നിന്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പൊക്കോ. ഭർത്താവുമായിട്ട് പൂജയ്ക്ക് നീ ഉറപ്പായിട്ടും എത്തണം. ശരിയെന്ന്. അയ്യോ, എഴുന്നേൽക്ക് കാവ്യ. ഒരു പ്രശ്നവും ഇല്ല മോളെ. നിനക്ക് എന്ത് തന്നാലും അത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ശരി അച്ഛാ. കവി കരയരുത്. കുട്ടിക്കാലം മുതലേ ഞാൻ നിനക്ക് പറഞ്ഞിരുന്നില്ലേ, ആരുടെ മുന്നിൽ ഒന്നിനും പേടിക്കരുതെന്ന്. നമ്മൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ആരുടെ മുന്നിലും തലകുരിക്കരുത്. തെറ്റുപറ്റിയാൽ ഉടനെ അത് തിരുത്തുകയും വേണം. നീ ഒരിക്കലും തനിച്ചല്ല മോളെ. നിന്റെ കൂടെ ഒരു കുടുംബം മുഴുവനും ഉണ്ട്. സന്തോഷമായിട്ട് പോയിട്ട് വാ. ആ, ക്യാബ് വന്നു ഏട്ടാ, നമുക്കിറങ്ങാം. വന്നോളൂ. വാ കാവ്യ. പോയിട്ട് വരാം ചെറിയമ്മേ. പോയിട്ട് വരാം ചെറിയച്ച. പോയിട്ട് വാ മോളെ. കേറ് മോളെ. പോയിട്ട് വരാട്ടാ. ശരി ബി. ആ, ഇതിരിക്കട്ടെ. അതൊന്നും വേണ്ട ബി. ഇരിക്കട്ടെ ഏട്ടാ. ചെല്, കയറി. വരൂ വസുന്ധര. മാഡം ആണല്ലോ. ഹലോ മാഡം. ആ, ഇപ്പൊ പോയതേ ഉള്ളൂ. വസുന്ധര ഇവിടെ തന്നെ ഉണ്ട് മാഡം. 1 മിനിറ്റ്. വസുന്ധര. ഹലോ മാഡം. സന്തോഷായി മാഡം. എല്ലാം മാഡം കാരണോ. ഒരുപാട് താങ്ക്സ് മാഡം. ഓക്കെ മാഡം. ആ ശരി മാഡം, ഇപ്പൊ തന്നെ ഞാൻ വരാം. ഓക്കെ മാഡം. ഏട്ടാ, ഒരു ഈവൻസ് വന്നിട്ടുണ്ട്. ആ ആളെ മീറ്റ് ചെയ്യാനായിട്ട് മാഡം പറഞ്ഞിരിക്കുക. ഞാനൊന്ന് പോയിട്ട് വരാം. വാ, ഞാനും കൂടെ വരാം. ഏട്ടൻ അല്ലെങ്കിൽ ടയേർഡായിരിക്കുക. രാവിലെ മുതലേ കുട്ടികളോടൊപ്പം ഏട്ടൻ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. ഏട്ടൻ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. ഞാൻ പോയിട്ട് വരാം. ഓക്കെ, താ ഓട്ടോ ബുക്ക് ചെയ്യ്. ഞാൻ പോയി തന്നെ ഫോണും ബാഗൊക്കെ എടുത്തിട്ട് വരാം. വാ ചേട്ടാ വാ, നല്ല ചൂടുള്ള ചായ, ജിഞ്ചർ ടീ, മസാല ടീ, ഗ്രീൻ ടീ, നല്ല രുചിയുള്ള ടീ. കപ്പിന് 10 രൂപ മാത്രം. ഇടാ, വേഗം ഒരു ചായ എടുക്ക്. ദേ വരുന്നു ചേട്ടാ. അനിയ, ഒരു ചായ എടുത്തേ. തരാം ചേട്ടാ. എന്ത് പറ്റി? അറിയില്ല മാഡം, നോക്കട്ടെ. ആ മോനെ ഒരു ചായ എടുത്തേ. തരാം ചേട്ടാ. ഇതാ പൈസ വെച്ചോ. അനിയ, എനിക്കൊരു ചായ. ദാ ഇപ്പൊ തരാം ചേട്ടാ. ഇതാ ചേട്ടാ ടീ. ആ, നിന്റെ കണ്ണ് തലയിലാണോ? സോറി ചേട്ടാ, വെരി വെരി സോറി. ഷർട്ട് മുഴുവൻ നാശമായി. വിടറാ. എന്താണോ സോറി? ചായ ദേഹത്തൊഴിച്ചിട്ട് സോറി പറയുന്നോ?